ഒരു വിവാഹച്ചടങ്ങ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും തിരുനാളായ ആ ദിവസം. പക്ഷേ ആ രാത്രി കെട്ടുപോയ ദാഹത്തിന്റെയും പ്രതികാരത്തിന്റെയും നിഴൽ കെട്ടി. 2009 ഓഗസ്റ്റിൽ കുവൈറ്റിലെ ജഹ്റയിൽ ഒരു വലിയ വിവാഹ ആഘോഷം നടക്കുകയായിരുന്നു. വധുവും വരനും നൂറുകണക്കിന് അതിഥികളും സ്ത്രീകളും കുട്ടികളും ഒരു വലിയ കൂടാരത്തിന് കീഴിൽ ഒത്തുകൂടി. പെട്ടെന്ന് തീ ആളിപ്പടർന്നു. തീപിടിക്കുന്ന വസ്തുക്കളാൽ നിർമ്മിച്ച ടെന്റ് നിമിഷങ്ങൾക്കകം അത് നരകാഗ്നിയായി മാറി. 57 ജീവനുകൾ നഷ്ടപ്പെട്ടു. അമ്മമാർ, പെൺമക്കൾ, സഹോദരിമാർ, അനേകം പേർ തിരിച്ചറിയാനാകാത്ത വിധം കത്തിയിരുന്നു. ഇത് യാദൃശ്ചികമായിരുന്നില്ല. അന്വേഷകർ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. തന്റെ ഭർത്താവ് രണ്ടാം ഭാര്യയെ സ്വീകരിച്ചതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് വരന്റെ 23-കാരിയായ ആദ്യ ഭാര്യ നസ്റ്റ യൂസഫ് മുഹമ്മദ് അലിനേസി സ്ത്രീകളും കുട്ടികളും ആഘോഷിക്കുന്ന ടെന്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ടെന്റിന്റെ ഉള്ളിലെ താപനില 500 ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞിരുന്നു. തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളിൽ പലതും DNA, ഡെന്റൽ രേഖകളിൽ നിന്ന് തിരിച്ചറിയേണ്ടി വന്നു. 2010 മാർച്ചിൽ 57 ആസൂത്രിത കൊലപാതകങ്ങളിൽ നസ്ര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കുവൈറ്റിലെ വിവാഹ തീപിടുത്തം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിൽ ഒന്നായി തുടരുന്നു. കോപം അതിന്റെ ലക്ഷ്യത്തേക്കാൾ കൂടുതൽ നശിപ്പിക്കുന്നതെങ്ങനെ എന്നതിന്റെ വേട്ടയാടുന്ന ഓർമ്മപ്പെടുത്തലാണിത്.